എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു ബ്രിഞ്ചോൾ കൊണ്ടുള്ളൊരു റെസിപ്പിയാണ് തയ്യാറാക്കുന്നത്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ 1/2 കിലോ ബ്രിഞ്ചോൾ എടുത്തിട്ടുണ്ട്. ഇതിന് നമുക്ക് റൗണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഞാൻ ഇതെല്ലാം കട്ട് ചെയ്തെടുത്തു. നമ്മുടെ ഫ്രൈ ചെയ്യാൻ കട്ട് ചെയ്യത്തില്ലേ, അതുപോലെ ഈ ഒരു കനത്തിൽ കട്ട് ചെയ്തു. ഇനി ഇതിൽ കുറച്ച് ഇൻഗ്രീഡിയൻസ് ചേർത്ത് അത് ഫ്രൈ ചെയ്യാനായിട്ട് നമുക്ക് പുരട്ടിയെടുക്കാം. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്തു, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഉപ്പ്, 1/4 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കടൽമാവും കൂടെ ചേർക്കാം. എന്നിട്ട് ഇത് മിക്സ് ചെയ്യാം. ഈ പൊടിയെല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് 1 സ്പൂൺ വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഒന്ന് നനയാൻ വേണ്ടിയിട്ടാണ്. ഞാനൊരു പാൻ വെച്ചു, അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. ഇതൊരു ബംഗാളി ഡിഷായ ബേക്കണാണ്, പക്ഷേ ഞാൻ അല്പം നമ്മളെ കേരള തനിമയിലായിട്ടാണ് ചെയ്യുന്നത്. കേരള തനിമ എന്ന് വെച്ചാൽ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. അപ്പം നമുക്കിത് തയ്യാറാക്കാം. ഇത് ഓരോന്നായിട്ടിട്ട് നമുക്ക് പൊരിച്ചെടുക്കാം. എല്ലാം ഞാൻ ഫ്രൈ ചെയ്യാനായിട്ട് ഇട്ടിട്ടുണ്ട്. പൊരിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. നമുക്കിത് തിരിച്ചൊന്നിടാം. ഇത് ഞാൻ എണ്ണ വളരെ കുറച്ച് ഫ്രൈ പാനിൽ പൊരിച്ചെടുത്തതാണ്. അല്ല, നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ എണ്ണ നിറച്ചൊഴിച്ച് മുക്കി പൊരിച്ചെടുത്താൽ കുറച്ചുകൂടി ടേസ്റ്റ് ആയിരിക്കും. ഇനി ഇതിനാവശ്യമായിട്ടുള്ളത് തൈരാണ്. ഇത് 1/2 ലിറ്റർ തൈരുണ്ട്. ഇതൊന്ന് ഞാൻ വെള്ളം ഇളക്കി വെച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ ഒരു തിക്നെസ്സിനാണ് നമുക്ക് എടുക്കേണ്ടത്. മോരുകറിക്കൊക്കെ എടുക്കില്ലേ, അതുപോലെ ഈ ഒരു തിക്നെസ്. അങ്ങനെ കത്തിരിക്കയെല്ലാം ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിത് ഈ തൈര് ഞാൻ ഉപ്പെല്ലാം ഇട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ പൊരിച്ച ഈ കത്തിരിക്ക ഉണ്ടല്ലോ, ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാം ഇതിലേക്ക് ഇടാം. കുറച്ച് നേരം ഈ കത്തിരിക്കയും തൈരുമായിട്ട് അങ്ങനെ മിക്സാക്കി ഇരിക്കട്ടെ. ഒന്ന് അടച്ചു കൊടുക്കാം. ഞാനൊരു ചെറിയ പാൻ എടുത്തു, അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. ചൂടായി. ഇതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി നമുക്ക് 1/2 സ്പൂൺ ജീരകം ഇടാം. ചെറുതായിട്ട് അരിഞ്ഞ ഉള്ളി, ഇതിലേക്ക് ഒരു പച്ചമുളക് അരിഞ്ഞതും ചേർക്കാം. 2 വറ്റൽമുളക്, കുറച്ച് കറിവേപ്പില, 1/4 ടീസ്പൂൺ മുളക് പൊടി ചേർത്തിളക്കാം. ഈ കടുക് വറുത്തത് നമുക്ക് ഈ റെസ്റ്റ് ചെയ്യാൻ വെച്ചേക്കുന്ന ബ്രിഞ്ചോളും തൈരും അതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ബ്രിഞ്ചോൾ കറി റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് ഇളക്കി നോക്കാം. നമുക്ക് ഇവയെല്ലാം കൂടെ ഒന്ന് ചേർത്ത് ഇളക്കാം. ബംഗാളി ഡിഷായ ദീ ബേഗൻ ആണെങ്കിലും ഞാനൊരു മലയാള തനിമയിലാണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത്. കാരണം എന്താ, വെളിച്ചെണ്ണയാണ് ഞാൻ യൂസ് ചെയ്തേക്കുന്നത്. പിന്നെ ലാസ്റ്റ് കടുവറുത്ത് കൂടെ ഒഴിച്ച് മലയാളീകരിച്ചിട്ടുണ്ട്. എളുപ്പമല്ലേ? നമ്മൾ സ്വാദിഷ്ടമായ ബംഗാളി ബ്രിഞ്ചോൾ കറി മല്ലിയിലയും കൂടെ ചേർത്തൊന്ന് ഇളക്കാം. ദഹി ബേഗൻ എന്ന കറി റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്ക് ചോറിൻ്റെ കൂടെ ഈ ഒരു കറി മാത്രം മതി. നമുക്ക് കഴിച്ചു നോക്കാം. നമ്മുടെ ബംഗാളി ബ്രിഞ്ചോൾ കറി ഞാനൊന്ന് സെർവ് ചെയ്യാം. നിങ്ങൾക്ക് എൻ്റെ ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വിലയേറിയ ഫീഡ്ബാക്കുകൾ അറിയിക്കുക.
കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ, എങ്കിലേ നോട്ടിഫിക്കേഷനൊക്കെ കിട്ടുള്ളൂ. വീണ്ടും പുതിയ റെസിപ്പിയുമായി കാണുന്നത് വരെ ബൈ ബൈ.